ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രാണ എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. ഇതിനു മുമ്പേ ഞാൻ മിഖായിലിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിഖായിലിന്റെ റിവ്യൂയും കൂടെ എൻ്റെ ചാനലിൽ കൂടെ കാണാൻ ശ്രമിക്കുക. മാക്സിമം എൻ്റെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ മറക്കാതെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് റിവ്യൂ വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാണയുടെ റിവ്യൂയിലേക്ക് കടക്കാം. നിത്യമേനോൻ പ്രധാന വേഷത്തിലെത്തി VK പ്രകാശ് സംവിധാനം ചെയ്ത പുതുപുത്തൻ സിനിമയാണ് പ്രാണ. പ്രാണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ദി ഗാഡ് എന്നൊരു കലാമണി ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നു. അത് ഒരു 2001 സംതിങ്ങിലാണ് ആ പടം റിലീസായിട്ടുള്ളത്. അത് ഒരു ആക്ടറുടെ മാത്രം സിനിമയാണ്. അത് കാരണം വേറെ ഒരാളെ അതിൽ കാണാൻ പറ്റില്ല. കുറച്ച് സൗണ്ട് അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലെ വേറെ ഒരാളെ ആ സിനിമയിൽ കാണാൻ പറ്റില്ല. അതുകൂടാതെ ജനലിൽ വന്നിട്ടുള്ള പുതിയ സിനിമയാണ് VK പ്രകാശ് സംവിധാനം ചെയ്ത പ്രാണ എന്ന സിനിമ. ഇതിൽ നിത്യമേനോനാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. നിത്യമേനോൻ മാത്രമേ ഈ സിനിമയിൽ ഒരു മൺമാൻ ആക്ടർ എന്ന് പറയുന്ന ഒരു ജേണലാണ് ഈ സിനിമയുടേത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമ പറയാനുള്ളത് താര എന്നൊരു കഥാപാത്രമായിട്ടാണ് ഇതിൽ നിത്യമേനോൻ എത്തിയിരിക്കുന്നത്. ഒരു റൈറ്ററാണ് താര. താര അങ്ങനെ ഒരു ഫ്രീഡം അതിനെയൊക്കെ കുറിച്ചൊരു റൈറ്റർ, അതിനെക്കുറിച്ചൊക്കെ ഒരു എഴുതുന്ന ഒരു വ്യക്തിയാണ് താര. പിന്നെ താരയെ കുറിച്ച് പറയുകയാണെങ്കിൽ താര ഒരു മ്യൂസിക് ഓഫ് ഫ്രീഡം എന്നൊരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകം പബ്ലിക്കിൽ നല്ല രീതിയിൽ ചർച്ചയാവുകയും അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങൾ താരയ്ക്ക് നേരിടേണ്ടി വരികയും പോലീസ് സംരക്ഷണം വരെ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണ് ഈ സിനിമയ്ക്കകത്ത്. അതിനുശേഷം താര ഈ ഒരു ഹൗസിനെ കുറിച്ച് കേൾക്കുന്നു. ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ പ്രേതബാധ ഉള്ള ഒരു ഹൗസിനെ കുറിച്ച് കേൾക്കുകയും താര അവിടെ പ്രേതമുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ പോവുകയും അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ സംവിധായകൻ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ പുതിയതായി ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം പാറ്റേൺ ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ടെക്നിക്കൽ വശങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നെ മ്യൂസിക് ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ മ്യൂസിക്, പിന്നെ ട്യൂൺസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സൗണ്ടൊക്കെ വളരെ മികച്ചതായിരുന്നു. പിന്നെ പറയാനുള്ളത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടുപ്പിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. കാരണം കുറച്ച് ക്ഷമയോടെ കണ്ടിരിക്കണം, ആ രീതിയിലത്തെ ഒരു സിനിമയാണിത്. നിത്യമേനോന്റെ ഒക്കെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഡയറക്ഷൻ കുഴപ്പമില്ല, പക്ഷെ തിരക്കഥയും കുഴപ്പമില്ലാത്തൊരു തിരക്കഥ. ഒരു ഹൊറർ പശ്ചാത്തലത്തിൽ ഹൊറർ ത്രില്ലർ എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമയാണിത്. ഹൊററാണ് മെയിൻ. നിങ്ങളൊരു ഹൊറർ ഉദ്ദേശിച്ച് പോവുക, അതാകുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും ഒരു മുഷിപ്പീരുണ്ടാകാൻ സാധ്യത ഉണ്ടാകില്ല. ഒരു ഹൊറർ എന്ന രീതിയിൽ സമീപിക്കുക. പിന്നെ പറയാനുള്ളത് ഹൊറർ ത്രില്ലറും കൂടെ ഉണ്ട്. കുറച്ച് ട്വിസ്റ്റ് ഒരു വല്ലാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊന്നും ഞാൻ പറയുന്നില്ല. സസ്പെൻസിലേക്കും അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഈ ഏതുതരം പ്രേക്ഷകർക്കായിരിക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമയോടെ ഒരുമാതിരി നിങ്ങൾക്കൊരു ഈ ജേണൽ ഇതൊരു സിനിമ വന്നിട്ടില്ല. കുറച്ച് ഇതുവരെ ഈ പാറ്റേണിലുള്ള സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. കുറച്ച് നിങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ക്ഷമയോടെ കണ്ടിരിക്കണം, കാരണം കുറച്ച് ലാഗൊക്കെ തോന്നിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. പിന്നെ നിത്യമേനോന്റെ പ്രകടനം ഒക്കെ കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ കൊണ്ട് നമുക്ക് കണ്ടോണ്ടിരിക്കാം. പിന്നെ പറയാനുള്ളത് ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണുക. ഒരു പ്രത്യേക രീതിയിൽ പുതിയ ജേണൽ മലയാള സിനിമയിൽ ഇതുവരെ ഈ രീതിയിലത്തെ സിനിമകൾ വന്നിട്ടില്ല എന്ന് പറയാൻ തന്നെ സാധിക്കുന്ന രീതിയിലൊരു സിനിമയാണ് പ്രാണ. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ പോയി തീർച്ചയായും കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനടി കാണാം. ഓക്കെ, ബൈ.